രാവിലത്തേക്കുള്ള ഫുഡൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഞായറാഴ്ച ദിവസം ജോലിക്ക് പോകുന്നത്. ഉച്ചക്കത്തേക്കുള്ളത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വരുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആകും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര വിശപ്പായിരിക്കും. വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറ്റാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. ഞാൻ നേരെ അടുക്കളയിലോട്ടങ്ങ് കയറി. ഈ വെളിച്ചെണ്ണ ഞാൻ കഴിഞ്ഞ മാസം 5-ാം തീയതി മേടിച്ചാണ്. ഇതുവരെ അത് തീർന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് എടുക്കും തോറും അതിൻ്റെ വില കണ്ട് തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് അടുപ്പിലോട്ടിട്ട് ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി. ഇന്നലത്തെ കുറച്ച് പയറുതോരൻ ഇരിപ്പുണ്ടായിരുന്നു. പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ്. നല്ലതായിട്ടാരും കഴിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന് അതും കൂടെ അങ്ങ് ചൂടാക്കി. മീൻകറി വെക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല രീതിയിൽ മുളക് പൊടിയൊക്കെ ഇത് കണക്ക് കരിച്ച് മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കരിക്കരുത്, നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കണക്ക് കുറുക്കി വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എൻ്റേതായ രീതിയിൽ വെച്ച് ശീലിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ആകെ 2 കഷ്ണം മീനിനകത്തുനിന്ന് ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ട്. വേറെ കറിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ അതെല്ലാം തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ കഷ്ണം ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വിശപ്പ് അതുപോലെ ഉണ്ടായിരുന്നു. അപ്പം മീനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. പിന്നെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. മാങ്ങ അച്ചാറും പയറ് തോരനും മീൻ വറുത്തതും മീൻകറിയാണ് ഇന്നത്തെ കറി. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു 4 മണി ആയിട്ടുണ്ട്. ആമിക്കുട്ടന് ചോറ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മാറി ചിനുങ്ങിയിപ്പുണ്ട്. സാധാരണ ഞാൻ ഈ അന്ന് വെക്കുന്ന മീൻകറി കൂട്ടത്തെയാണ്. ഇതിപ്പം വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉപ്പും പുളിയൊക്കെ പിടിച്ചു വരാൻ എന്തായാലും സമയം എടുക്കുമല്ലോ. അപ്പം ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.